ഈ ബന്ധങ്ങൾ തകർന്നുപോയ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോഴെല്ലാം അവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് എന്നെ ചതിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ ചതിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു, ഞങ്ങളെ പറ്റിച്ചു. അങ്ങനെ ഒരു ചതിയുടെ ഒരു പ്രയോഗം അല്ലെങ്കിൽ പറ്റിച്ചു എന്നുള്ള പ്രയോഗമില്ലാതെ ഒരു സംസാരവും ഇന്നവരെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഈ ബന്ധങ്ങൾ വഷളായി കേസിലും വഴക്കിലൊക്കെയായി തീർന്ന സാഹചര്യങ്ങളിൽ, അത് ദമ്പതികളുടെ ആണെങ്കിലും കുടുംബങ്ങളിലെ ആണെങ്കിലും പ്രസ്ഥാനങ്ങളിലെ ആണെങ്കിലും വ്യവസായ സംരംഭങ്ങളിലാണെങ്കിലും, പക്ഷെ ഇന്നേ വരെ ഒരാളും ദൈവം ചതിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ദൈവത്തിന് ചതിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സ്നേഹിക്കാനും ദൈവത്തിന് കരുണ കാണിക്കാനും മാത്രമേ അറിയാവുള്ളൂ, അത് ചെയ്യുകയുമുള്ളൂ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എന്തെങ്കിലും തരത്തിൽ ദൈവം ചതിച്ചെന്നോ പറ്റിച്ചെന്നോ മനുഷ്യന് ഇന്നവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമയാഥാർത്ഥ്യമാണ്. പക്ഷെ മനുഷ്യനിൽ ആശ്രയിച്ചിട്ടും മനുഷ്യനിൽ വിശ്വസിച്ചിട്ടും ആ വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ആ വിശ്വാസം തകർത്തും എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വിരുദ്ധമായി ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് ചതിയും വഞ്ചനയും കാണിച്ചു എന്നും അതുവഴിയായിട്ട് പലരും തളർന്നുപോയെന്നും തകർന്നുപോയെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒരു അനുബന്ധം കൊണ്ട് കൂടി ചിന്തിക്കാനാണ് ഞാനിത് ആഗ്രഹിച്ചത്. അങ്ങനെ പരസ്പരം വിശ്വസിച്ച് ആശ്രയിച്ചിരുന്നിട്ട് ചതിച്ചു കഴിഞ്ഞപ്പോൾ ആ ചതിച്ച വ്യക്തികളോ ചതിച്ച് നേടിയെടുത്ത പ്രസ്ഥാനങ്ങളോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും സ്ഥായിയായി ഫലം നൽകുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം പിന്നീട് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് പരക്കം പായുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നതായും കണ്ടിട്ടുണ്ട്. ആ ദൈവം എന്ന് പറയുന്നത് അവർ ചെയ്ത തിന്മ കണ്ണടയ്ക്കുന്നവനും അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ പുരോഗതി നടക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവരുമാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. ദൈവത്തിന് എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള എല്ലാവരെയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ആരെങ്കിലും ചതിച്ചിട്ട് പിന്നീട് അതേ ദൈവത്തോട് തങ്ങളെ കാത്തുകൊള്ളണമെന്നും സംരക്ഷിക്കണമെന്നും ഐശ്വര്യം വർദ്ധിപ്പിക്കണമെന്നും സമാധാനം തരണമെന്നും സൗഖ്യം തരണമെന്നും ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം മനുഷ്യനും തമ്മിലുള്ള ബന്ധം നേരെയാക്കാതെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധവും നേരെയാവില്ല. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയാവാതെ ദൈവത്തിൽ നിന്നും മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നാം തന്നെയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ അവകാശമുള്ള കരുതലിൻ്റെയും കാവലിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും വാതിൽ അടച്ചു കളയുന്നത് മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചവരെ ചതിക്കുന്നതിലൂടെ എന്ന് മറക്കരുത്. അതുകൊണ്ട് മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ നേരെയാക്കിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലായിരിക്കാനും അതുവഴിയായിട്ട് അവനവൻ്റെ മനസ്സിൽ സമാധാനവും അവനവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും അവനവന് ഏർപ്പെടുന്ന എല്ലാ പ്രയത്നങ്ങളിലും വലിയ അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യും. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.